ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തില് നിനക്ക് എന്താ കാര്യം? ആഭരണങ്ങളൊക്കെ അഴിച്ചു തന്ന് നീ ഒരു നാടകം എന്റെ മുമ്പിൽ നടത്തി. അത് കണ്ട എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നാണോ കരുതിയത്? അല്ല, ഈ ആണുങ്ങളുടെ മനസ്സെ പിടിച്ചെടുക്കുന്ന സൂത്രം നിനക്കാരാ പറഞ്ഞെന്നേ? ചെറിയമ്മ ആര് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പ്രത്യേകം ചോദിക്കണോ ചെറിയമ്മേ? അതിന്റെ ഉത്തരവാണല്ലോ അവളുടെ ജനനം. നീ എങ്ങനെ കെട്ടി ഒരുങ്ങിയാലും, നിന്നെ എത്രമാത്രം ഇവിടെയുള്ള ഒരു തലയിൽ എടുത്തു വെച്ച് ആഘോഷിച്ചാലും, നീ കൽപ്പനയ്ക്കൊപ്പം എത്തണമെങ്കിൽ നീ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണം. നേലിൽ എന്റെയോ എന്റെ ഭർത്താവിന്റെയോ ഇടയിൽ കയറി വന്ന ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ സൂര്യയുടെ മുമ്പിലുള്ള ഈ അനുജത്തികളെയുണ്ടല്ലോ, അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. പിന്നെ എനിക്ക് ജീവിക്കാൻ നിന്റെ ഉപദേശത്തിന്റെ ഒരാവശ്യമില്ല. അതിനുവേണ്ടി നീ ശ്രമിക്കുകയും വേണ്ട. ഏട്ടത്തെ ഉപദേശിച്ചിട്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇടി ഒന്ന് അടങ്ങ് ചെറിയമ്മേ, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഏട്ടത്തി പറഞ്ഞ ശരിയാ. എനിക്ക് എന്നെ പ്രസവിച്ച അമ്മ ആരാന്നറിയില്ല, അച്ഛനെ അറിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചും എന്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ദൂരയാത്ര പോയി ഭർത്താവ് തിരിച്ചു വരുമ്പോ കാത്തിരിക്കുന്ന കഥയൊക്കെ ഏട്ടത്തി പറഞ്ഞല്ലോ. ആ കാത്തിരിപ്പിൽ എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടോ? ആ മനുഷ്യൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അല്ലാതെ മറ്റെന്തെങ്കിലും ഏട്ടത്തെ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്കിടയില് നമ്മൾ മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്നെ കൊണ്ട് ഏട്ടത്തി പറയിക്കരുത്. ആഭരണങ്ങൾ അഴിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ നാടകം നടത്തിയതല്ല. ആ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം. ഏട്ടത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും എന്റെ ഏട്ടൻ എന്നെ കാണുന്നത് ഒരു പെങ്ങളായിട്ട് തന്നെയാണ്. ആ സ്നേഹത്തിന്റെ അർത്ഥവും ആഴവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിന് വലിയ കുടുംബത്തിലെ പേരുകേട്ട മാതാപിതാക്കൾക്ക് ജനിക്കണമെന്നൊന്നുമില്ല. കിട്ടിയ ജന്മം മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. അല്ലാതെ ഈ ചെറിയമ്മ പറയുന്നത് കേട്ട് വൃത്തികെട്ട ചിന്തകൾ മനസ്സിൽ കയറ്റി വെക്കരുത്. ആ മനുഷ്യനൊന്ന് സത്യസന്ധമായിട്ട് സ്നേഹിച്ചു നോക്ക്, അപ്പ ഇടത്തേക്ക് തിരിച്ചു കിട്ടും.